അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഈ ക്ലാസ് കേൾക്കുന്നവരും ദുആക്ക് ആമീൻ പറയുന്നവരുമായ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ റമളാൻ ഓരോരോ ദിവസവും ഓരോരോ ക്ലാസ്സുകളും വഅളുകളും ദിക്റുകളും ദുആകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വീട്ടിൻ്റെ അകത്തളങ്ങളിൽ പഴയ കാലങ്ങളിലൊക്കെ സമയം പോകാൻ വേണ്ടി സിനിമയിട്ട വീടുകളിൽ, സീരിയലിട്ട വീടുകളിൽ, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളിൽ ഇന്ന് ദിക്റിന്റെ മന്ത്രങ്ങളും ദുആയുടെ ശബ്ദങ്ങളുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രഗൽഭ ആലിമീങ്ങൾ പണം മോഹിക്കാതെ അള്ളാഹുവിൻ്റെ ദീന് വീട്ടിൻ്റെ ഉള്ളറയിൽ എത്തിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അവർ നടത്തുന്ന നസീഹത്തുകളും അവരുടെ പ്രബോധന വഴികൾ ഈ സോഷ്യൽ മീഡിയ വഴികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഈ പരിശുദ്ധമായിട്ടുള്ള ഇസ്ലാമിൻ്റെ ആ ദിവ്യ സന്ദേശം വീട്ടിൻ്റെ ഉള്ളറയിൽ ആഗ്രഹിക്കുന്നവരുടെ കൽബിലേക്ക് ആവശ്യത്തിന് കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ സോഷ്യൽ മീഡിയ സംവിധാനം. വീട്ടിൻ്റെ ഉള്ളറയിൽ പത്തിരിക്ക് വേണ്ടിയിട്ട് മാവ് കുഴക്കുമ്പോഴും പത്തിരി പരത്തുമ്പോഴും ചുടുമ്പോഴും കറിക്ക് വേണ്ടി ഉള്ളി അരിയുമ്പോഴും ഒരു ഭാഗത്തിലൂടെ ഉമ്മങ്ങനെ കേൾക്കുന്നത്, വീട്ടുകാർ കേൾക്കുന്നത് ഓരോരോ ഉസ്താദിന്റെ പ്രഭാഷണങ്ങളാണ്. ഉമ്മങ്ങനെ കരയുകയാണ്, ഉമ്മ ഉസ്താദിന്റെ കൂടെ അങ്ങനെ ചൊല്ലുകയാണ് ദിക്ർ. ഒരല്പസമയം ആ ഉസ്താദിന്റെ പ്രാർത്ഥന വരുമ്പോൾ എവിടെയാണോ അടുക്കളയിലുള്ള ഉമ്മ അടുക്കളയിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി ആമീൻ പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധമായ റമളാനിൽ ഒരുപാട് ദിക്റുകൾ ചൊല്ലി തീർത്തു. നാമൊക്കെ പ്രയാസങ്ങൾ മാറാൻ, ആഖിബത്ത് നന്നാവാൻ, ഈമാൻ സലാമത്തിലാവാൻ, ഖബർ ജീവിതം എളുപ്പമാവാൻ, ആഖിറ വിജയത്തിന് വേണ്ടി ഇതാ ദിക്ർ എന്ന് പറയുമ്പോൾ അത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചവർ, അത് ചൊല്ലി തീർത്തവർ, നല്ല ഇഖ്ലാസോടുകൂടെ ചൊല്ലിയാൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉറപ്പായിട്ടും ഫലമുണ്ടാകും. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ നീളക്കുപ്പായം ധരിച്ച് നിസ്കാര തയമ്പുള്ള തലയിൽ ഒരു കെട്ടുകെട്ടിയിട്ട് ന്യൂനപക്ഷത്തിനു വേണ്ടി ഏത് കൊട്ടാരവാതിലുകളും കൊട്ടിവിളിക്കാൻ തയ്യാറായിരുന്ന, ആരുടെ മുമ്പിലും ചെന്നിട്ട് തൻ്റെ കാര്യങ്ങൾ പറഞ്ഞ്
ഈ സമൂഹത്തെ സംരക്ഷിച്ച ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ. ആ ബാഫഖി തങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയപ്പോ ബാഫഖി തങ്ങളോട് ഡോക്ടർമാര് പറഞ്ഞു, നിങ്ങളുടെ രോഗം മൂർച്ഛിച്ചു വരികയാണ്, നിങ്ങളെല്ലാവരോടും പറയണം, നിങ്ങളുടെ രോഗം മൂർച്ഛിച്ചു വരികയാണ് എന്ന് മഹാനായ ബാഫഖി തങ്ങളോട് ഡോക്ടർമാര് പറഞ്ഞപ്പോൾ ഡോക്ടർമാരോട് ബാഫഖി തങ്ങൾ പറയുകയാണ്, ഇന്ന് ഞാൻ മരിക്കില്ല, ഇന്ന് ഞാൻ മരിക്കില്ല. അത്ര ധൈര്യമായിട്ട് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ ആ ഡോക്ടർമാരോട് പറയുകയാണ്, ഇന്ന് ഞാൻ മരിക്കില്ല. ഡോക്ടർമാര് ചോദിച്ചു, നിങ്ങളെന്താ ഇത്ര ഉറപ്പായിട്ട് പറയുന്നു? ആ സമയത്ത് മഹാനായ ബാഫഖി തങ്ങൾ ഡോക്ടർമാരോട് പറയുകയാണ്, ഇന്ന് ഞാൻ നിയ്യത്ത് വെച്ചുകൊണ്ട്, പടച്ചവനെ, ഈ രോഗമായിട്ട്, ഈ പ്രയാസമായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. ആ ഒരു നിയ്യത്തോടുകൂടെ ഞാൻ സൂറത്തിൽ നിന്നുള്ള തൗബ സൂറത്തിന്റെ അവസാന 2 ആയത്ത് ഓതിയിരിക്കുന്നു. തൗബ സൂറത്തിന്റെ അവസാനത്തെ 2 ആയത്ത് ഓതിയിട്ടാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം അല്ലാഹു സഫലീകരിച്ചു തരും. അത്ര ധൈര്യമായി മഹാനായ ബാഫഖി തങ്ങൾ പറയാൻ ബാഫഖി തങ്ങളുടെ ഖൽബിൽ ഈമാൻ ഉണ്ടായിരുന്നു. നമ്മക്കിത് കേൾക്കുമ്പോൾ രസാണ്. ഈമാനുള്ളവർ അവരുടെ ഖൽബിൽ അല്ലാഹു തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് ഇത് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ പറയുമ്പോൾ എത്രമാത്രം അതിന് അംഗീകാരമുണ്ടാകുമോ എന്ന് സംശയമാണ്. ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ പറയാണ്, ജീവിതം ധന്യമാക്കിയ, അള്ളാനെ പേടിച്ചുകൊണ്ട് ജീവിച്ച മഹാനായ ബാഫഖി തങ്ങൾ പറയുകയാണ്. എന്താണ് ബാഫഖി തങ്ങൾ പറയുന്നത്? വിശുദ്ധമായ ഖുർആനിലെ തൗബ സൂറത്തിന്റെ അവസാനത്തെ 2 സൂറത്ത് 2 ആയത്ത് ഞാൻ ഓതിയിരിക്കുന്നു. ഉമ്മമാരെ, ആയത്തൊന്ന് ഓതിയാൽ നമ്മൾ മരിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുടെ ചരിത്രത്തിൽ നമുക്കറിയാം. അപ്പോ അള്ളാന്റെ ഖലാവ് വന്നാലും മരിക്കൂലേ? ഓ, മരിക്കണ്ടേ? ബാഫഖി തങ്ങള് മക്കയിൽ വെച്ചുകൊണ്ട് മരിച്ചു പോയല്ലോ. അതിലൊരു മുറാദുണ്ടായിരുന്നു. ഈ രോഗമായി എന്നെ പ്രയാസപ്പെടുത്തിയിട്ട് എന്നെ മരിപ്പിക്കല്ല അല്ലാ. ഈ സൂറത്ത് വലിയ ശക്തിയാണ്. ഈ ആയത്തിന് വല്ലാത്ത ശക്തിയുണ്ട്. ഈ ആയത്തും ആയത്തുൽ കുർസിയും ഓതിക്കഴിഞ്ഞാൽ ഒരു ശൈത്താനും നമ്മുടെ മുമ്പിലേക്ക് വരില്ല. ശൈത്താൻ നമ്മളെ കാണുമ്പോൾ ഓടി ഒളിക്കും. ഈ ആയത്ത് ഏതാണ് ആയത്ത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസും അലൈഹി മാ അനിംതും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ ആയത്ത് ഒരാൾ ഓതിയാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പേടിക്കണ്ട. ഈ ആയത്ത് ഒരാൾ ഓതിയാൽ, ഈ ആയത്ത് നമ്മൾ കാണാതെ പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ ആയത്ത് ഒരാൾ കാണാതെ അങ്ങ് പഠിച്ചു പോയാൽ, ആയത്തുൽ കുർസി ഒരാൾ അങ്ങ് പഠിച്ചു പോയാൽ, അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കുറച്ച് സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തൊരു കാവൽക്കാരനായിട്ട് ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കുകയാണ്. അബൂ ഹുറൈറ തങ്ങൾ അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് കള്ളം വന്നു, ശൈത്താൻ വന്നു. അതിൽ നിന്ന് ഒരല്പം ചാക്കിലക്കാക്കിയിട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയപ്പോൾ അബൂ ഹുറൈറ തങ്ങൾ പിടിച്ചു.
ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് നിന്നെ കൊണ്ടുപോകും. കള്ളം പറഞ്ഞു. കള്ളം പറയാണ്, ഞാനൊരു പാവാണ്, ഞാനൊരു സാധുവാണ്, നിങ്ങൾ വെറുതെ വിടണം. വെറുതെ വിട്ടു. രണ്ടാമതും വന്നു. രണ്ടാമതും ഇത് ആവർത്തിച്ചു. മൂന്നാമത് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ വരാതിരിക്കാൻ ഒരു സൂറത്ത് ഓതിയാൽ മതി. ഞാൻ വരാതിരിക്കാൻ ഒരു സൂറത്ത് ഓതിയാൽ മതി. ആ സൂറത്താണ് ആയത്തുൽ ഖുർസി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെ വന്നിട്ട് ചോദിച്ചു, കക്കാൻ വേണ്ടി വന്നൂലേ? കള്ളം പറഞ്ഞു തന്നത് നല്ലൊരു ഇൽമാണ്, വന്നത് കള്ളനാണ്. ആ ആയത്തുൽ ഖുർസി ഒരാൾ ഓതിയിട്ട് നെഞ്ചിലങ്ങ് ഊതിക്കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ പിശാച് വരില്ല. ഈ രണ്ട് സൂറത്തുകൾ, തൗബ സൂറത്തിലെ അവസാനത്തെ 2 ആയത്ത്, തൗബ സൂറത്തിലെ അവസാനത്തെ 2 ആയത്ത്, ആയത്തുൽ ഖുർസി ഒരാൾ ഓതിയാൽ അയാളിൽ സിഹ്ർ ബാധിക്കില്ല. രക്ഷിതാക്കളെ, ബിസിനസ്സിന് പോകുന്നവർ, ജോലിക്ക് പോകുന്നവർ, ഉമ്മമാരെ നല്ല കാര്യത്തിന് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങുന്നവർ ഈ ആയത്തോതിയിട്ട് നെഞ്ചിലങ്ങ് ഊതിയിട്ട് പുറത്തിറങ്ങിയാൽ എന്തിനാണോ ഇറങ്ങുന്നത് കാര്യം സാധിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 10 ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. أستغفر الله العظيم 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 أستغفر الله العظيم. ഒരു 10 സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോൾ ഉമ്മമാരും രക്ഷിതാക്കളൊക്കെ ആ പച്ച കുബ്ബന്റെ ചാരങ്ങനെ നിൽക്കുന്ന ഒരു കൽബാണ് കൊടുക്കേണ്ടത്. ആ മുത്തു ഹബീബിനോട് വല്ലാത്ത പ്രണയം. اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معيمن يا الله يا عزيز يا الله يا جبار يا الله يا خالق يا الله يا باري يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا رزاق يا الله يا فتاح يا الله يا ودود يا ودود يا ودود يا ودود يا ودود يا الله. حسبنا الله ونعم الوكيل نعم المولى
വനിഅമൻ നസീർ. യാ അല്ലാഹ് പടച്ചവനെ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്, ഞങ്ങളെ ദുആ നീ ഖബൂലാക്കണം അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യ പരസ്യമായി ചെയ്ത എല്ലാ തെറ്റുകളും മാപ്പ് നൽകണം അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നന്നാക്കണം അല്ലാഹ്. ഈമാനുള്ള ഇഖ്ലാസുള്ള തഖ്വയുള്ള വറഉള്ള ഖൽബാക്കണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് 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 ഞങ്ങളെ പാപം പൊറുക്കുന്ന 10 സലാം പറയുകയാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാഹ്. ഞങ്ങളെ ഖൽബ് ശുദ്ധമാക്കണം അല്ലാഹ്. ഞങ്ങളെ സകനാത്ത് ഹറകാത്ത് അഫ്ആലുകളിൽ നിന്റെ കാവലേകണം അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് അല്ലാഹ് ഇത് തൗബയുടെ മജ്ലിസാക്കണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് അറിഞ്ഞും അറിയാതെയും രഹസ്യ പരസ്യമായി വലിയ തെറ്റുകളും ചെറിയ ദോഷങ്ങളൊക്കെ ചെയ്തു പോയ അടിയാറുകളാകുന്നു അല്ലാഹ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളെ തമ്പുരാനെ ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാഹ്. ഞങ്ങളെ നന്നാക്കണം അല്ലാഹ്. ഈമാനുള്ളവരിൽ ഞങ്ങളെ പെടുത്തണം അല്ലാഹ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം നിശ്ചലമാകുമ്പോൾ ഉണക്ക കട്ടിലിൽ ഞങ്ങളെ മലർത്തിയങ്ങ് കെടുത്തുമല്ലാഹ്. താടി തലയിലേക്കങ്ങ് വലിച്ചു കെട്ടുമല്ലാഹ്. വയറ് വീർത്ത് പൊട്ടി ഒലിക്കാതിരിക്കാൻ കനമുള്ളത് വയറ്റിൽ വെക്കുമല്ലാഹ്. തണ്ടാവിരൽ കൂട്ടിക്കെട്ടുമല്ലാഹ്. ധരിച്ച വസ്ത്രങ്ങൾ അഴിച്ച് മേലൊരു മുണ്ടിട്ട് ഞങ്ങളെ മൂടുന്ന സമയമുണ്ട് അല്ലാഹ്. മുഖത്തീമാനിന്റെ പ്രകാശം നൽകണം അല്ലാഹ്. പടച്ചവനെ മുറാദ് ഒത്തിരിയുണ്ട് റബ്ബേ നീ ഹസ്ലാക്കണം അല്ലാഹ്. രോഗങ്ങളുണ്ട് റബ്ബേ നീ ശിഫ നൽകണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് ലക്ഷക്കണക്കിന് പണം പൊടിച്ചിട്ടും രക്ഷപ്പെടാത്ത രോഗം ഞങ്ങൾക്ക് ആർക്കും നൽകല്ലേ അല്ലാഹ്. വീട്ടിൻ്റെ അകത്തളങ്ങളിൽ ആത്മാർത്ഥമായി ആമീൻ പറയുന്ന ഉമ്മമാരുണ്ട്, രക്ഷിതാക്കളുണ്ട്, പ്രായമുള്ളവരുണ്ട്. റബ്ബേ രോഗം ശിവയാക്കണം അല്ലാഹ്. സ്ട്രോക്ക് ബ്ലോക്ക് നൽകല്ലേ അല്ലാഹ്. കുടിക്കുന്ന മരുന്നിന് ശിവ നൽകണം അല്ലാഹ്. പടച്ച റബ്ബേ സ്തനർബുരം നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ ഒരുപാട് സഹോദരിമാരാമീൻ പറയുന്നു അല്ലാഹ്. സ്തനഭാഗത്ത് ചെറിയ ഒരു മുറിവുണ്ടായി, ചെറിയൊരു മുഴയുണ്ടായി. കുത്തിയെടുത്ത് പരിശോധിച്ച് മുറിച്ച് മാറ്റി കീമ ചെയ്യുന്ന അവസ്ഥ ആർക്കും നൽകല്ലേ അല്ലാഹ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സഹോദരിയുടെ രോഗം നീ ശിഫാ നൽകണം അല്ലാഹ്. ഉമ്മാ എന്ന് വിളിക്കാൻ ആ കുട്ടിക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ആ മകനെ നെഞ്ചോട് ചേർത്ത് സന്തോഷത്തിൽ ജീവിക്കാൻ ആ ഉമ്മാക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചവനെ ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് പലയാതി വേദനകളുള്ളവരുണ്ട്, ശിവ നൽകണം അല്ലാഹ്. മനസ്സിന് സമാധാനം നൽകണം അല്ലാഹ്. കടക്കാരാക്കല്ലേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണം അല്ലാഹ്. പടച്ചവനെ കല്യാണപ്രായമെത്തിയ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. ലായിക്കായ ഭാര്യ ഭർത്താക്കന്മാരെ നൽകണം അല്ലാഹ്. പടച്ചവനെ മക്ക കാണാൻ വിധി കൂട്ടണം അല്ലാഹ്. മദീന കാണാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. പ്രവാസ ലോകത്തുള്ളവരുണ്ട്, റബ്ബേ നീ ബർക്കത്ത് നൽകണം അല്ലാഹ്. തങ്ങളെ ഇഖാമ ശരിയായിട്ടില്ല, തനാസുൽ മാറി കിട്ടിയിട്ടില്ല, ദുആ ഇറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹ്. നീ ഖൈറും ബർക്കത്തും നൽകണം അല്ലാഹ്. നാട്ടിലുള്ളവരുണ്ട്, ബർക്കത്ത് നൽകണം അല്ലാഹ്. പടച്ചവനെ ബിസിനസ്സുകാരുണ്ട്, ബർക്കത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനത്തെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം അല്ലാഹ്. അവിടെ പഠിക്കുന്ന മക്കളെ പ്രഗത്ഭരാക്കണം അല്ലാഹ്. പടച്ചവനെ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് കൈമാറുന്നവരുണ്ട്, ബർക്കത്ത് നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. ഉപ്പ ഉമ്മ ബന്ധുക്കൾ കുടുംബക്കാര് നാട്ടുകാര് പലവരും മൗത്തായി പോയി അല്ലാഹ്. ഭർത്താവ് മരണപ്പെട്ട ഭാര്യ ആമീൻ പറയുന്നു, ഭാര്യ മരണപ്പെട്ട ഭർത്താവ് ആമീൻ പറയുന്നു. അല്ലാഹ് നീ ഖബർ സ്വർഗമാക്കണം അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഖബറിലേക്ക് വെക്കാനുള്ള ശരീരമാണിത് റബ്ബേ. ആ ശരീരം വെക്കുമ്പോ മലക്കുകളുടെ സഹായം നൽകണം അല്ലാഹ്. ആഖിറം സന്തോഷത്തിലാക്കണം അല്ലാഹ്. നരകം ഹറാമാക്കണം അല്ലാഹ്. സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.